നമസ്കാരം. വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരിതത്തിൽ പ്രയാസമനുഭവിക്കുന്നവർ എവിടെ താമസിക്കണമെന്നതിനെ ചൊല്ലി ആശയക്കുഴപ്പം. ദുരിതബാധിത പ്രദേശമായി പ്രഖ്യാപിച്ച സ്ഥലത്തേക്ക് മാറി താമസിച്ചാൽ സർക്കാർ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ ലഭിക്കുമോ എന്നാണ് ദുരിതബാധിതർ ചോദിക്കുന്നത്. ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാട് പറയാൻ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർക്കും സാധിക്കുന്നില്ല. നിലവിൽ വാണിമേൽ ഗ്രാമപഞ്ചായത്തിലെ 9, 10, 11 നരിപ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ 3 വാർഡുകളാണ് ദുരന്ത ബാധിത മേഖലയായി സർക്കാർ പ്രഖ്യാപിച്ചത്. നിലവിൽ ഉരുൾപൊട്ടൽ ദുരന്തം ഏറെയുണ്ടായ മഞ്ഞച്ചിളി ഭാഗത്തുള്ളവർ വിലങ്ങാട് ടൗണിലും പരിസരത്തുമാണ് വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുന്നത്. കുറച്ചുപേർ നരിപ്പറ്റ ഭാഗത്തും. സർക്കാർ ദുരന്ത ബാധിത മേഖലയായി പ്രഖ്യാപിച്ച വാണിമേൽ ഗ്രാമപഞ്ചായത്തിലെ 10ഉം നരിപ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ 3 വാർഡുകളിലാണ് ദുരിത ബാധിതരിൽ പലരും മാറി താമസിക്കുന്നത്. ദുരന്ത ബാധിത പ്രദേശമായി പ്രഖ്യാപിച്ച സ്ഥലത്തു നിന്നുമാണ് ഇവരെ മാറ്റി താമസിപ്പിക്കേണ്ടതെന്നാണ് ഒരു വിഭാഗം സർക്കാർ ഉദ്യോഗസ്ഥരുടെ വാദം. ദുരന്ത ബാധിത മേഖലയിൽ തന്നെ അവരെ താമസിപ്പിക്കുന്നതിന് ന്യായീകരണം ഇല്ല എന്നും ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ ഒട്ടേറെ വീട്ടുകാർ ഇപ്പോഴും ദുരന്ത ബാധിത മേഖലയായി സർക്കാർ പ്രഖ്യാപിച്ച സ്ഥലത്ത് താമസിക്കുന്നുണ്ടെന്നും അവരെ പോലെ ദുരിതം ബാധിച്ചവരെയും പരിഗണിക്കണമെന്ന വാദമാണ് ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നത്. സർക്കാർ സഹായധനത്തോടൊപ്പം വാടക വീട്ടിൽ താമസിക്കുന്നവർക്ക് 6000 രൂപയാണ് സർക്കാർ പ്രഖ്യാപിച്ചത്. ദുരന്ത ബാധിത മേഖലയായി പ്രഖ്യാപിച്ച സ്ഥലത്ത് താമസിക്കുന്നവർക്ക് വാടക ഇനത്തിലുള്ള പണം നൽകുന്നതിൽ തടസ്സമുണ്ടെന്ന വാദവും ചില ജനപ്രതിനിധികൾ ഉയർത്തുന്നുണ്ട്. ദുരന്തമൊന്നും ബാധിക്കാത്ത പ്രദേശമാണെന്നും ഒട്ടേറെ പേർ ഇവിടെ താമസിക്കുന്ന പ്രദേശമാണെന്ന സത്യവാങ്മൂലം നൽകിയാൽ മതിയെന്ന അഭിപ്രായവും ചില ഉദ്യോഗസ്ഥർ പറയുന്നു. ഇക്കാര്യത്തിൽ വ്യക്തമായ വിശദീകരണം നൽകാൻ ഉന്നത ഉദ്യോഗസ്ഥർക്ക് സാധിക്കുന്നില്ല.